പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിലേക്ക് എത്തിയതിന്റെ അനുകൂല തരംഗം വോട്ടാക്കി മാറ്റാനൊരുങ്ങി എൻ.ഡി.എ നേതൃത്വം. തീവ്ര സ്വഭാവമുള്ള ന്യൂനപക്ഷങ്ങളുടെ വോട്ടിനു വേണ്ടിയാണ് യു.ഡി.എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി പുൽവാമ വിഷയത്തിൽ പാക് അനുകൂല പരാമർശം നടത്തിയതെന്ന് എൻ.ഡി.എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി ആരോപിച്ചു. തനിക്കെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വികസനത്തിൽ താൽപര്യമില്ലെന്നും അനിൽ ആന്റണി കുറ്റപ്പെടുത്തി. പത്തനംതിട്ട ഇപ്രാവശ്യം മാറി ചിന്തിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പത്തനംതിട്ടയിലേക്കുള്ള വരവ് സഹായിക്കുമെന്നാണ് എൻ.ഡി.എ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. വികസന വിഷയത്തിൽ ഉൾപ്പെടെ യു.ഡി.എഫ്, എൽ.ഡി.എഫ് സ്ഥാനാർത്ഥികളെ വിമർശിച്ചുകൊണ്ടാണ് എൻ.ഡി.എ സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ പ്രചരണം പുരോഗമിക്കുന്നത്. പുൽവാമ ആക്രമണ വിഷയത്തിൽ പാകിസ്ഥാനെ അനുകൂലിച്ച് പ്രസ്താവന നടത്തിയ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി ഇനിയും പാർലമെന്റിൽ പോണോ എന്ന് ജനങ്ങൾ ആലോചിക്കണമെന്ന് അനിൽ ആന്റണി പറഞ്ഞു. ഇതിൽ പാകിസ്ഥാൻ എന്താണ് പങ്ക്? ഇന്ത്യക്ക് വേണ്ടി ജീവൻ പോലും ബലിദാനം കഴിക്കുന്ന ലക്ഷക്കണക്കിന് ജവാന്മാരെയും ഭീകരവാദ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഭടന്മാരെയും എല്ലാമാണ് ആക്ഷേപിച്ചത്. ഇതുപോലെ ഒരാൾ ഇനിയും പാർലമെന്റിൽ പോണോ എന്നത് ഇവിടുത്തെ ജനങ്ങൾ ശരിക്കും ഒന്ന് ആലോചിക്കേണ്ടതാണ്. കേരളത്തിൽ CAA നടത്താൻ സമ്മതിക്കില്ല എന്ന് LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കും സംസ്ഥാന സർക്കാരും പറയുന്നത് വിഡ്ഢിത്തമാണെന്നും അനിൽ ആന്റണി വ്യക്തമാക്കി. അദ്ദേഹം ഇന്നും പറയുന്നു, അദ്ദേഹത്തിന്റെ പാർട്ടി പറയുന്നു, നമ്മളിവിടെ CAA നടത്താൻ സമ്മതിക്കില്ല. ഇവർ എന്ത് വിഡിത്തമാണ് ഈ പറയുന്നത്? ഈ ഇന്ത്യ മുന്നണിയിലുള്ള ആരെങ്കിലും പറയുന്നു അവർ CAA നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ അവർ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി മാത്രം, ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി മാത്രം പറയുന്ന കാര്യമാണിത്. ഇത് ആരും കാര്യമായി എടുക്കേണ്ട കാര്യമില്ല. അനിൽ ആന്റണിക്ക് വോട്ട് അഭ്യർത്ഥിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിലേക്ക് എത്തിയത് NDA ക്യാമ്പിന് ഉണർവേകിയിട്ടുണ്ട്. അതേസമയം മോദിയുടെ വരവ് അനിൽ ആന്റണിക്ക് പ്രത്യേകിച്ച് ഗുണം ചെയ്യില്ലെന്ന വിലയിരുത്തലിലാണ് LDF, UDF ക്യാമ്പുകൾ. റിപ്പോർട്ടർ, പത്തനംതിട്ട.